ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ 9ാമത്തെ യൂണിറ്റായ നമ്പർ റിലേഷൻസ് അഥവാ സംഖ്യാബന്ധങ്ങൾ എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ 1ാം ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആണ് ഇന്ന് എടുക്കുന്നത്. പാർട്ട് 2ൽ ഡിസ്കസ് ചെയ്യുന്നത് റിമൈൻഡേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതാ മിച്ചക്കണക്കുകൾ അല്ലേ, റിമൈൻഡേഴ്സ് മിച്ചം. അപ്പോൾ എങ്ങനെയാണ് ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം അല്ലേ റിമൈൻഡർ എന്ത് വരും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മിച്ചം എന്ത് വരും, 5 കൊണ്ട് ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ ഹരിക്കുമ്പോൾ അതിൻ്റെ മിച്ചം അല്ലേ, അതിൻ്റെ ആ ബാലൻസിലെ മിച്ചം, അതിൻ്റെ റിമൈൻഡർ എന്താണ് വരിക, അതാണ് ഇനി കാണാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എ നമ്പർ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മിച്ചം അല്ലേ റിമൈൻഡർ എന്താണ് വരിക എന്ന് കണ്ടെത്താം. അതായത് ഒരു സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ അല്ലേ, ഡിവിസിബിൾ ബൈ 2 ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലേ ഡിവിസിബിൾ അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻഡർ, അതിൻ്റെ മിച്ചം എന്ത് വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈവൻ നമ്പേഴ്സ് അല്ലേ, ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 0, 2, 4, 6, 8 അല്ലേ, ഇങ്ങനെ ഒന്നിടവിട്ട നമ്പേഴ്സ് അല്ലേ 2, 4 അല്ലേ, ഇതാണ് ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ്. ഒറ്റ സംഖ്യകൾ ഏതാണ് ഇതിൻ്റെ ഇടയിലുള്ളതാണ് അല്ലേ, 1, 3, 5, 7, 9 അതൊക്കെയാണ് എന്ത് ഒറ്റ സംഖ്യകൾ അല്ലേ, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിനൊക്കെ നമുക്ക് എന്താണ് ഡിവിസിബിൾ ബൈ 2 ആണ്, നമുക്ക് 2 കൊണ്ട് ഹരിക്കാം അല്ലേ, ഹരിക്കുമ്പോൾ റിമൈൻഡർ എന്താ 0 ആണ്, 2/2 0 അല്ലേ, 4/2 അല്ലേ, അതൊക്കെ എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും നമ്പേഴ്സിനൊക്കെ അല്ലേ, ഇരട്ട സംഖ്യകൾ. ഈവൻ നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇടയിലുള്ള ഇടവിട്ട സംഖ്യകളുടെ ഫസ്റ്റ് നമ്പർ 0 ഈവൻ ആണ്, നെക്സ്റ്റ് നമ്പർ ഓടാണ്, നെക്സ്റ്റ് ഈവൻ ആണ്, നെക്സ്റ്റ് ഓടാണ്, അങ്ങനെ ഇടവിട്ടായിട്ടാണ് ഓഡ് ഈവൻ വരുന്നത്. നെക്സ്റ്റ് നമ്പർ ഈവൻ ആണ്, അടുത്തത് ഏതാണ് 5 ഓടാണ്, 6 ഈവൻ ആണ്, 7 എന്താണ് ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിനൊക്കെ നമുക്ക് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് റിമൈൻഡർ 0 അല്ലല്ലോ, ഡിവിസിബിൾ അല്ലാത്ത സംഖ്യ ഉണ്ടല്ലേ, നമുക്ക് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓഡ് നമ്പേഴ്സിൻ്റെ എന്ത് വരും അല്ലേ, മിച്ചം വരും അല്ലേ, റിമൈൻഡർ വരും. എന്താണല്ലേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് വരും, 1 ആണ് വരിക, മിച്ചം 1 ആണ് വരിക. 5ൽ എത്ര 2 ഉണ്ട്, 2, 2, 4 ആണ് അല്ലേ, 4 2, 2, 4 ആണ് അല്ലേ, 4ഉം പിന്നെ എന്താണ് 1 ബാക്കിയുണ്ട് അല്ലേ, ബാലൻസ് ഉണ്ട്, അതായത് റിമൈൻഡർ 1 വരും അല്ലേ. ഇവിടെ നോക്കൂ 3ൽ എത്ര 2 ഉണ്ട് അല്ലേ, 1, 2, 2 ബാലൻസ് ബാക്കി എത്ര ഉണ്ട്, 1 ഉണ്ട് അല്ലേ. 7ൽ എത്ര 2 ഉണ്ട്, 3, 2, 6 അല്ലേ, 3, 2 ഉണ്ട് ബാലൻസ് 1 ഉണ്ട് അല്ലേ, 6 7ലേക്ക് എത്താൻ ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ റിമൈൻഡർ ആ ബാക്കി വരുന്ന മിച്ചം 1 വരും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ അല്ലേ മിച്ചം 0 ആയിരിക്കും. 35 എന്നുള്ള നമ്പർ എങ്ങനെയാണ് ഡിവിസിബിൾ ബൈ 2 ആണോ നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണോ, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഈ നമ്പറിനെ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഓരോ നമ്പറിനോട് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 25 എന്നുള്ളൊരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ, നമ്മളൊരു എക്സാമ്പിൾ 25 എടുത്തു അല്ലേ, 25 ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, അതിൻ്റെ ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ അല്ലേ, ദിസ് ഈസ് ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യയാണല്ലേ. 1, 3, 5, 7 ഇതൊക്കെ എന്താണ് ഒറ്റ സംഖ്യയാണ്, ലാസ്റ്റത്തെ നമ്പർ അല്ലേ, അതായത് ലാസ്റ്റ് നമ്പർ 1, 3, 5 എന്ന് വരുന്നതാണ് ഒറ്റ സംഖ്യകളിലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ഇരട്ട സംഖ്യകളുടെ ലാസ്റ്റുള്ള നമ്പേഴ്സിലെ ഈവൻ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും 0, 2, 4, 6, 8 നെക്സ്റ്റ് എന്താണ് 10, 12, 14, 16 അതിൻ്റെ ഒക്കെ ലാസ്റ്റ് നമ്പേഴ്സ് ഈ നമ്പേഴ്സ് തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് ലാസ്റ്റ് വരുന്നതൊക്കെ എന്താണ് ഇരട്ട സംഖ്യകളാണ്. ഇവിടെ ലാസ്റ്റ് നമ്പർ 5 ആണ്, അപ്പോൾ അതെന്താണ് ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമ്മൾ എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. റിമൈൻഡറിലെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷന് 24 വരെ വരികയുള്ളൂ അല്ലേ, ബാലൻസ് 1 ഉണ്ടല്ലേ, ആ 1 ആണ് റിമൈൻഡർ അല്ലേ. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ റിമൈൻഡർ അല്ലേ, അതിൻ്റെ മിച്ചം എന്തായിരിക്കും 1 ആയിരിക്കും, റിമൈൻഡർ 1 ആയിരിക്കും. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ 1683 എന്നുള്ള ഈ നമ്പർ എങ്ങനെയാണ് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ അല്ലേ, ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 2 അല്ലേ, അതിൻ്റെ റിമൈൻഡർ എന്ത് വരും 1 വരും, മിച്ചം 1 വരും അല്ലേ. വലിയൊരു സംഖ്യ എത്രയും ആയിക്കോട്ടെ, സംഖ്യൻ്റെ വലിപ്പം നമ്മൾ നോക്കണ്ട, ഈ ലാസ്റ്റ് നമ്പർ അത് 2 ആണെങ്കിൽ അതെന്താണ് ഈവൻ നമ്പർ ആണല്ലേ, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ബൈ 2 അല്ലേ. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്താണ് 0 ആണ്, റിമൈൻഡർ അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ. ലാസ്റ്റ് സംഖ്യ ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 76, 42, 54 ഏത് നമ്പർ ആയിക്കോട്ടെ, ലാസ്റ്റ് നമ്പർ കണ്ടോ, അതൊക്കെ എന്താണ് ഇരട്ട സംഖ്യ, ഈവൻ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഡിവിസിബിൾ ബൈ 2, നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ എന്താണ് റിമൈൻഡർ 0 ആയിരിക്കും, അതിൻ്റെ മിച്ചം അല്ലെ ബാലൻസ് ഇല്ല 0 ആയിരിക്കും, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലെ. ക്വസ്റ്റ്യൻസ് എന്താണ് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഇരട്ട സംഖ്യയാണ് ലാസ്റ്റ് നമ്പർ, ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്, ഒറ്റ സംഖ്യയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. അങ്ങനത്തെ സംഖ്യയുടെ റിമൈൻഡർ മിച്ചം എന്തായിരിക്കും 1 ആണ്, 1 ആണ്. ഡിവിസിബിൾ ബൈ 3 3 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയുമോ, ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, 1768 ഒരു നമ്പർ
അല്ലേ, ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഡിവിസിബിൾ ആണോ, ഹരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണോ, അല്ലെങ്കിൽ റിമൈൻഡർ എന്താ വരിക, ഡിവിസിബിൾ അല്ലെങ്കിൽ റിമൈൻഡർ വരും അല്ലേ, പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് 1 + 7 + നെക്സ്റ്റ് നമ്പർ എന്താണ് 6 + 8 അല്ലേ, 6 + 8 നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുക അല്ലേ. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര, 7 + 1 8, 8 + 8 16, 16 + 6 22 അല്ലേ, 22 എന്ന് കിട്ടും. ഈ 22 എന്താണ്, ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കുക അല്ലേ. ഇതെല്ലാം ഈ നമ്പേഴ്സ് നമുക്ക് ഒരു നമ്പർ തരും അല്ലേ, ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണോ, ഡിവിസിബിൾ ബൈ 2 ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക അല്ലേ. അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായിട്ട് നമുക്ക് റിമൈൻഡർ ഇല്ലാതെ ഡിവിസിബിൾ ആണോ. ഡിവിസിബിൾ അല്ലെങ്കിൽ എന്താണ്, അതിനൊരു റിമൈൻഡർ ഉണ്ടാവില്ല, ഒരു മിച്ചം ഉണ്ടാവും അല്ലേ, ഒരു ബാലൻസ് ഉണ്ടാവും അല്ലേ. ഇത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ആണോ ഈ സംഖ്യ അല്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 22 എന്ന് കിട്ടി ടോട്ടൽ. അപ്പോൾ ഈ നമ്പർ എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ആണ്, അതായത് 3ൻ്റെ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ നമ്പർ ഉണ്ടോ നോക്കുക അല്ലേ. 3 5 15, 3 6 18, 3 7 21 അല്ലേ, 3 8 പിന്നെ 24 ആയില്ലേ. അപ്പോൾ 3 7 21 വരെ നമുക്ക് കിട്ടും അല്ലേ, 21 അല്ലേ. 21 കഴിഞ്ഞാൽ ബാലൻസ് എന്താണ്, ഒരു 1 ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഡിവിസിബിൾ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല, 22 ഇല്ലല്ലോ, 21 ഉണ്ട് അല്ലേ, 3 7s are 21 ഉണ്ട്. അപ്പോൾ 21 ബാക്കി എന്തുണ്ട്, ഒരു 1 ഉണ്ടല്ലോ. അപ്പോൾ ആ റിമൈൻഡർ അതാണ് 1, റിമൈൻഡർ 1 വരും, നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. 1532 അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പർ ഡിവിസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ നമ്പർ എല്ലാം കൂടി ആഡ് 1 + 5 + 3 + 2 എത്ര വരും അല്ലേ, 3 5 3 2 5 5 5 10 11 അല്ലേ, 11 വരും. ഈ 11 ഡിവിസിബിൾ ആണ്, അതായത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ ഇല്ലല്ലോ. 1 3 3 2 3 6 3 9 4 3 12 ഇത് കടന്നു പോകരുതില്ലേ, 3 9 ആണ്. ഓക്കെ, 9 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, 9 10 11 അല്ലേ, 11ലേക്ക് എത്താൻ 2 കൂടി ഉണ്ട് അല്ലേ. 9 കഴിഞ്ഞാൽ എത്ര കൂടെ വേണം, 11ലേക്ക് എത്താൻ 9 10 11 അല്ലേ, 2 കൂടി വേണം. ആ 2 ആണ് റിമൈൻഡർ 2 എന്ന് വരും അല്ലേ, ആണ് റിമൈൻഡർ. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് വരും, റിമൈൻഡർ ഉണ്ടാവും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ 234. അപ്പോൾ ആ നമ്പേഴ്സ് 2 + 3 + 4 എത്ര വരും അല്ലേ, 3 + 2 5, 5 + 4 9. 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ, ഉണ്ട് അല്ലേ, 3 3s are 9 അല്ലേ, 3 9 ആണ്. അപ്പോൾ 9 എന്താണ്, ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ 9നെ നമുക്ക് ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതാം. റിമൈൻഡർ 0 ആണ്, റിമൈൻഡർ ഉണ്ടാവില്ല ഡിവിസിബിൾ ബൈ ആണെങ്കിൽ. 234 എന്നുള്ള നമ്പർ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ, ഡിവിസിബിൾ ആണോ, അതിനെ ഹരിക്കാൻ കഴിയുമോ, പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമോ, അതിന് മിച്ചമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതെന്താണ്, പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണല്ലേ, ഡിവിസിബിൾ ബൈ 3 അല്ലേ. ഇത് രണ്ടും എന്താണ്, നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ ഒരു റിമൈൻഡർ അല്ലേ, ഒരു മിച്ചമുണ്ടായിരിക്കും അല്ലേ. ബാലൻസ് എത്രയാണ്, നമ്മൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ ഇവിടെ 3 7s are 21 ആണ്, 22 ഉണ്ടല്ലേ. അപ്പോൾ ഒരു ഒന്നുകൂടി വേണം അല്ലേ. അപ്പോൾ റിമൈൻഡർ, ആ ബാലൻസ് ഉള്ള ഒന്നാണ് റിമൈൻഡർ അല്ലേ. ഡിവിസിബിൾ ബൈ 4 ഒരു നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ അല്ലേ, ഡിവിസിബിൾ ആണോ. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ 235 എന്നുള്ള നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ, ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റത്തെ 2 നമ്പറില്ലേ അത് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അതായത് നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 35 ഉണ്ടോ, 4 8s are 32 അല്ലേ, 4 കൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ, അപ്പോൾ 32 നിന്ന് 35ലേക്ക് എത്താൻ എത്ര വേണം, 32 33 34 35 അല്ലേ, ഒരു 3 കൂടി വേണം. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ത് വരും, 3 എന്ന് വരും അല്ലേ, റിമൈൻഡർ 3 എന്ന് വരും. നോട്ട് ഡിവിസിബിൾ ആണല്ലേ, നോട്ട് ഡിവിസിബിൾ ബൈ 4, നോട്ട് ഡിവിസിബിൾ ബൈ 4 അല്ലേ, 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റത്തെ 2 സംഖ്യ എന്താണ്, നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടായിരിക്കും. ഡിവിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെന്താണ്, റിമൈൻഡർ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഈ 35നെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക നിങ്ങൾ, 35 ഹരിക്കണം 4 ഡിവൈഡഡ് ബൈ 4. 35ൽ എത്ര 4 ഉണ്ട്, 8 4s are 32 ആണ് അല്ലേ. 35 നിന്ന് 32 പോയാൽ 3 അല്ലേ, ഈ 3 ആണ് എന്ത് വരുന്നത്, നമ്മുടെ റിമൈൻഡർ, നമ്മുടെ മിച്ചം എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ. അപ്പോൾ ഇതിനെന്താണ്, നമ്മൾ ലാസ്റ്റത്തെ 4 കൊണ്ടാണ് ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ 2 നമ്പർ ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അതായത് ലാസ്റ്റ് 2 നമ്പർ നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ, 4 3s are 2 അല്ലേ, 4 3 12 ആണ് അല്ലേ, 12 ഉണ്ട്. അപ്പോൾ ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ. ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി അല്ലേ. 12ഉം 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലുണ്ട് അല്ലേ, 4 3 12. അപ്പോൾ ഡിവിസിബിൾ ബൈ 2 ആണ്. അതായത് റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. റിമൈൻഡർ പിന്നെ കാണേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ്, റിമൈൻഡർ ഉണ്ടാവില്ല അല്ലേ. ഡിവിസിബിൾ അല്ലെങ്കിൽ, നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അതിനെന്താണ്, റിമൈൻഡർ ഉണ്ടാവും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എത്ര കൂടി ഇനി എത്തണം എന്നുള്ളത്. അതായത് 35 ഇല്ലല്ലോ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ, 32 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 35 നിന്ന് ഈ 32 മൈനസ് ചെയ്യുക അല്ലേ, മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്, ഈ ലാസ്റ്റ് ഉള്ളത് ഇതാണ് റിമൈൻഡർ, നമ്മുടെ മിച്ചം. നെക്സ്റ്റ് 5 നമുക്കൊരു നമ്പർ തന്നാൽ അത് 5 കൊണ്ടില്ലേ, 5 കൊണ്ട് ഡിവിസിബിൾ ആണോ, അതായത് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ആവുമോ, അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻസിലെ 946 എന്നുള്ള നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ
അല്ലെ 5ൻ്റെ ഗുണന പട്ടികയിലുണ്ടോ? ഇല്ല. 5ൻ്റെ ഗുണന പട്ടിക എന്ന് പറഞ്ഞാൽ 5, 0, 5, 0 അങ്ങനെയല്ലേ വരാം. ഒരു 5, 5, 2, 5, 10, 15, 20, 25, 30, 35 അല്ലേ. അതായത് ലാസ്റ്റ് നമ്പർ 0 5 ആയിരിക്കും അല്ലേ. 5ൻ്റെ ഗുണന പട്ടിക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5, 10, 15 അല്ലേ, അവിടെ 20, 25 അതിലൊക്കെ എന്തായിരിക്കും ലാസ്റ്റ് നമ്പർ ഒന്നെങ്കിൽ 0, 0 അല്ലെങ്കിൽ 5, 5 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് നമ്പർ 0 ആണോ 5 ആണോ നോക്കിയാൽ എന്താണ് നമുക്ക് അറിയാലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതാണോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഒരു നമ്പർ ആണെങ്കിലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 9, 4, 6 ലാസ്റ്റ് നമ്പർ 6 ആണ്. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 5 അല്ലേ. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റിമൈൻഡർ എത്ര വരും അല്ലേ? ഇവിടെ 5 ആയിരിക്കണം അല്ലേ, എക്സ്ട്രാ ഒരു 1 ഉണ്ട് അല്ലേ, ആ 1 ആയിരിക്കും റിമൈൻഡർ അല്ലേ. ഒന്നെങ്കിൽ 5 ആയിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 45 എന്ന് വരുള്ളൂ, 40, 45, 50 അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഈ 5 കഴിഞ്ഞിട്ട് ഒരു ഒന്നുകൂടി ഉണ്ട് എക്സ്ട്രാ, ആ 1 ആണ് ബാലൻസ് റിമൈൻഡർ മിച്ചം അല്ലേ, ബാക്കി വരുന്നത്. അപ്പോൾ ഇവിടെ 450 അല്ലേ, 450 എന്നുള്ളത് എന്താണ് 0 ആണ് ലാസ്റ്റ് നമ്പറിലെ. അപ്പോൾ അതെന്താണ് ഡിവിസിബിൾ ബൈ 5 ആണല്ലേ, 5ൻ്റെ ഗുണന പട്ടികയിലുള്ളതാണ്. ഇനി 10 ആണെങ്കിൽ ഒരു സംഖ്യയെ നമുക്ക് 10 കൊണ്ട് ഡിവിസിബിൾ ആണോ, ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ എന്താണ് ലാസ്റ്റ് നമ്പർ എന്താണ് 0 ആണോ എന്ന് നോക്കിയാൽ മതി. ലാസ്റ്റത്തെ നമ്പർ 0 ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ലാസ്റ്റ് നമ്പർ 0 ആണ്, ഡിവിസിബിൾ ബൈ 10 ആണ്. 2800 അല്ലേ, ഈ നമ്പർ എന്താണ് ഡിവിസിബിൾ ബൈ 10 ആണല്ലേ, ലാസ്റ്റ് നമ്പർ 0 ആണ്. ഇനി 0 അല്ലാത്തൊരു നമ്പറാണ് എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 10 ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അനദർ എക്സാമ്പിൾ 82 ആണെങ്കിൽ എന്താണ് ലാസ്റ്റ് നമ്പർ 0 അല്ല അല്ലേ, 0 അല്ലാത്തത് കൊണ്ട് തന്നെ നോട്ട് ഡിവിസിബിൾ ബൈ 10 ആണ്. ഓക്കെ, നോട്ട് ഡിവിസിബിൾ ബൈ 10 ആയതുകൊണ്ട് തന്നെ ഒരു റിമൈൻഡറിൽ ഒരു മിച്ചം ഉണ്ടായിരിക്കും. ആ മിച്ചം എന്നുള്ളത് എന്താണ് ഈ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ ആയിരിക്കും. അതായത് 80 ആയിരിക്കും അല്ലേ, നമ്മൾ പറഞ്ഞു 0 എന്ന് വരുമ്പോൾ 80 എന്താണ് ഡിവിസിബിൾ ആണ്, ബാക്കിയുള്ളതാണ് ഈ 2 അല്ലേ ബാലൻസ് ഉള്ള, ആ ലാസ്റ്റ് നമ്പർ ആയിരിക്കും എന്ത് റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്പർ ഓഫ് ദി ഡിജിറ്റിലെ സംഖ്യയുടെ അവസാന അക്കമായിരിക്കും മിച്ചം റിമൈൻഡർ. 427 ഡിവൈഡ് ബൈ 10 അല്ലേ, 10 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ എന്താണ് ലാസ്റ്റ് നമ്പർ 0 അല്ല അല്ലേ, 0 അല്ലെങ്കിൽ നോട്ട് ഡിവിസിബിൾ ആണ്. നോട്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ഒരു മിച്ചം ഉണ്ടായിരിക്കും അല്ലേ, ആ മിച്ചം എന്ന് പറയുന്നതാണ് ഈ ലാസ്റ്റത്തെ നമ്പർ ആയിരിക്കും അല്ലേ. ഇവിടെ എന്താണ് 420 ആണെങ്കിൽ എന്താണ് ഡിവിസിബിൾ ബൈ 10 ആണല്ലേ, ഒരു എക്സ്ട്രാ ഉള്ളത് ഏതാണ് 7 ആണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ നമ്പർ അത് നോക്കിയാൽ മതി, ലാസ്റ്റത്തെ ഈ നമ്പർ 7 ആയിരിക്കും എന്ത് റിമൈൻഡർ. ഓക്കെ, അതേപോലെ നമ്പർ ഡിവൈഡഡ് ബൈ 100 ആണെങ്കിലോ, ഇവിടെ 10 പറഞ്ഞു അല്ലേ, നമ്പർ ഡിവൈഡഡ് ബൈ 100 ആണെങ്കിലോ 185 അല്ലേ, ഡിവൈഡഡ് ബൈ 100 അല്ലേ, ഹരിക്കണം 100 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 0 അല്ല, അപ്പോൾ നോട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും മിച്ചം എന്തായിരിക്കും ലാസ്റ്റത്തെ ഈ 2 ഡിജിറ്റ് ആയിരിക്കും അല്ലേ. 600 എന്നാണെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയായിരുന്നു, എക്സ്ട്രാ ഉള്ളത് 85 ആണല്ലേ അല്ലേ, ലാസ്റ്റത്തത് 85 ആണ്. അപ്പോൾ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ. അങ്ങനത്തെ എക്സാമ്പിൾ 4376 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ ഇത് എന്താണ് നോട്ട് ഡിവിസിബിൾ ആണ്, ലാസ്റ്റ് 0 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ, 10 ആയാലും 100 ആയാലും ഡിവിസിബിൾ ആവുള്ളൂ അല്ലേ. 4300 ആണെങ്കിൽ ഡിവിസിബിൾ ആയിരുന്നു, എക്സ്ട്രാ ഒരു 76 ഉള്ളത്. ഈ ലാസ്റ്റത്തെ ഈ 2 നമ്പേഴ്സിലെ 85, 76 ഇതൊക്കെയാണ് ഇത് റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത്. റിമൈൻഡർ എന്തായിരിക്കും 10ൻ്റെ കേസിലാണെങ്കിൽ ലാസ്റ്റത്തെ ആ ഡിജിറ്റിലെ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ, ദെൻ ഇത് 100 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സിലെ അവസാനത്തെ 2 അക്കങ്ങളായിരിക്കും റിമൈൻഡറിലെ മിച്ചം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ റിമൈൻഡേഴ്സ് മിച്ചക്കണക്ക് എന്നുള്ള ഈ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അതിൻ്റെ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഈ ഒരു ഈസി മെത്തേഡിലൂടെ അതിൻ്റെ ട്രിക്കിലൂടെയാണ് അത് പറഞ്ഞു തന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പേജ് നമ്പർ 110 ഈ പ്രോബ്ലംസ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ പോർഷൻ റിമൈൻഡേഴ്സ് എന്നുള്ള പോർഷൻ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്റർ കഴിഞ്ഞു, അതുകൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5 ഓർ 10 അല്ലേ. ഏത് സംഖ്യയാണ് ഫൈൻഡ് വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ താഴെ തന്നിട്ടുള്ളതിൽ ഏത് സംഖ്യയാണ് ആർ ഡിവിസിബിൾ ബൈ 2 അല്ലേ, 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്, 4 കൊണ്ട് 5 കൊണ്ട് 10 കൊണ്ട് നമ്മളിവിടെ പഠിച്ചു അല്ലേ. അപ്പോൾ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ, 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, റിമൈൻഡേഴ്സ് വരുമോ എന്നൊക്കെയാണ് ചോദിച്ചതില്ലേ. ഫോർ ദി ഓതേഴ്സ് ഫൈൻഡ് ദി റിമൈൻഡേഴ്സ് ഓൺ ഡിവിഷൻ ബൈ ഈച്ച് ഓഫ് ദീസ് അല്ലേ. ബാക്കിയുള്ളതിന് എന്താണ് റിമൈൻഡേഴ്സ് കാണില്ലേ, ഡിവിസിബിൾ ബൈ 2 അല്ലേ, ഡിവിസിബിൾ ബൈ 4 ഒക്കെ ആണെങ്കിൽ റിമൈൻഡർ ഉണ്ടാവില്ല അല്ലേ, ഡിവിസിബിൾ അല്ലാത്ത നമ്പർ ആണെങ്കിൽ അതിന് റിമൈൻഡർ ഉണ്ടാവും. അപ്പോൾ ആ റിമൈൻഡറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കുറേ എക്സാമ്പിൾ നമ്മൾ ചെയ്തു, ഇതുകൂടി ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ പേജ് നമ്പർ 110 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ഈ നമ്പേഴ്സിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനത്തെ 4 നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഡിവിസിബിൾ ബൈ 2 ആണോ, ഡിവിസിബിൾ ബൈ 4 ആണോ, ഡിവിസിബിൾ ബൈ 5 ആണോ, ഡിവിസിബിൾ ബൈ 10 ആണോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഡിവിസിബിൾ ബൈ 2, 4, 5, 10 ഇത് കൊണ്ടൊക്കെ ഈ നമ്പേഴ്സ് ഡിവിസിബിൾ ആണോ, ഹരിക്കാൻ കഴിയുമോ, അതായത് പൂർണ്ണമായിട്ട് പോകുമോ, റിമൈൻഡർ ഉണ്ടാകുമോ ഒക്കെയാണ് ചോദിച്ചതില്ലേ. പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ, ഡിവിസിബിൾ ആണെങ്കിൽ. നോട്ട് ഡിവിസിബിൾ അല്ലേ, ഇത് കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ 2 കൊണ്ട് 4 കൊണ്ടൊന്നും നമുക്ക് ഹരിക്കാൻ കഴിയില്ലെങ്കിൽ അതിനൊരു മിച്ചം ഉണ്ടായിരിക്കും അല്ലേ, ആ മിച്ചം ഉണ്ടായിരിക്കും, റിമൈൻഡർ ഉണ്ടായിരിക്കും. അല്ലാത്തതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും 0 ആയിരിക്കും. നമുക്കൊരു ബോക്സ് പോലെ നോക്കാം.
അപ്പോൾ 3624 അല്ലേ, ഡിവിസിബിൾ ബൈ 2 ആണോ അല്ലേ, 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുമോ നോക്കാൻ എന്ത് ചെയ്യാം നമുക്ക് അല്ലേ, ഈ ലാസ്റ്റത്തെ ഈ നമ്പർ നോക്കിയാൽ മതി അല്ലേ. ഇത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ, ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ, 2 അല്ലേ, 0 2 4 6 8 ഇതൊക്കെ എന്താണ് ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സൊക്കെ എന്താണ് ഡിവിസിബിൾ ബൈ 2 ആണ് അല്ലേ. ഡിവിസിബിൾ ബൈ 2 ആയതുകൊണ്ട് തന്നെ റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. റിമൈൻഡർ ഉണ്ടാവില്ല, പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ബൈ 2 അല്ലേ. 0 എന്ന് എഴുതുന്നതൊക്കെ എന്താണ് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം കേട്ടോ. 0 ഉള്ളത് റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിസിബിൾ ബൈ 2. ഇനി ഈ 3625 നോക്കൂ, ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ല അല്ലേ. ഇതെന്താണ് ലാസ്റ്റ് 5 ആണ് അല്ലേ. 4 2 അല്ലേ, 0 2 4 ഇങ്ങനത്തെ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് വരികയാണെങ്കിലാണ് ഡിവിസിബിൾ അല്ലേ. ഓഡ് നമ്പേഴ്സ് ഇല്ലേ 3 5 7 അതൊക്കെ വരികയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഡിവിസിബിൾ ബൈ 2 അല്ല, നോട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ റിമൈൻഡർ ഉണ്ടാവില്ലേ, ആ റിമൈൻഡർ എന്തായിരിക്കും, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 3626. അപ്പോൾ ഈ നമ്പർ എന്താണ്, ലാസ്റ്റ് ഈവൻ നമ്പർ ആണല്ലേ, 2 4 6 അല്ലേ. 6 ഈവൻ നമ്പർ ആണ്, അപ്പോൾ ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ബൈ 2 അല്ലേ. 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും ഹരിക്കാൻ കഴിയും. അപ്പോൾ റിമൈൻഡർ 0 ആണ്, നമ്മുടെ മിച്ചം 0 ആണ്. 3630 അല്ലേ, 0 2 4 8 അല്ലേ 6 ഒക്കെ അതൊക്കെ ഈവൻ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ്, അതൊക്കെ ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും, 0 ആയിരിക്കും. ഈ ഒറ്റ സംഖ്യ അല്ലേ, ഈ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് റിമൈൻഡർ 1 ആയിരിക്കും. ഇരട്ട സംഖ്യയാണോ, ഇരട്ട സംഖ്യയാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കാം അല്ലേ. 4 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമോ നോക്കാം. ലാസ്റ്റ് 2 നമ്പറാണ് നോക്കണ്ടില്ലേ 4 ആകുമ്പോൾ അല്ലേ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ആണ്, നെക്സ്റ്റ് 4 നോക്കാൻ എന്നാൽ ലാസ്റ്റ് 2 നമ്പർ നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ. നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ എഴുതി നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ടേബിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ 4ൻ്റെ ഗുണനപ്പട്ടിക എഴുതുക. 4ൻ്റെ ഗുണനപ്പട്ടികയിൽ ഈ നമ്പേഴ്സ് ലാസ്റ്റത്തെ ഈ 2 നമ്പേഴ്സ് ഒക്കെ ഉണ്ടോ നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 4 ആണ്, ഇല്ലെങ്കിൽ എന്താണ് ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും അല്ലേ. ആ ഗുണനപ്പട്ടികയിലേക്ക് എത്താൻ എത്ര കൂടെ വേണം, അതാണ് റിമൈൻഡർ അല്ലേ, ബാക്കിയുള്ളത് എത്ര കൂടെ വേണം. അപ്പോൾ നമുക്ക് 24 അല്ലേ, 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 24 ഇല്ലേ അല്ലേ. 4 6 24 അല്ലേ, 6 4 24 ആണ് അല്ലേ. 4 6 are 24. അപ്പോൾ 24 ആയതുകൊണ്ട് തന്നെ എന്താണ് ഡിവിസിബിൾ ബൈ 4 ആണ്, അതായത് റിമൈൻഡർ 0 ആണ്. ലാസ്റ്റത്തെ ഈ നമ്പർ 25 എന്നുള്ളത് നമ്മുടെ 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ, ഇല്ലല്ലേ. 24 ആണുള്ളത്, നമ്മളിവിടെ പറഞ്ഞ് 24 ആണുള്ളത്. അപ്പോൾ എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ റിമൈൻഡർ ഒരു മിച്ചം വരില്ലേ, 24 വരെയുള്ളത് 25ലേക്ക് എത്താൻ ഒരു ഒന്നുകൂടിയില്ലേ അല്ലേ. 24 ആണല്ലേ, 4 6 are 24 ആണ്, ഇവിടെ 25 ആണ്. അപ്പോൾ ഒരു 1 ആണ് ബാക്കിയുള്ളതല്ലേ. ആ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ 1 റിമൈൻഡർ വരും. ഇനി 3626 ഈ ലാസ്റ്റ് 2 നമ്പർ നോക്കിയാൽ മതി. 4 ആണെങ്കിൽ ഫസ്റ്റത്തെ 2 ആണെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും നോക്കുക. ലാസ്റ്റത്തെ ഒരു സംഖ്യ അല്ലേ, ലാസ്റ്റത്തെ നമ്പർ നോക്കിയാൽ മതി. ഇനി 4 ആകുമ്പോൾ ലാസ്റ്റത്തെ 2 നമ്പർ നോക്കുക. ലാസ്റ്റത്തിലെ 2 നമ്പർ അല്ലേ 26 എന്നുള്ളത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ, ഇല്ല. 24 ആണുള്ളതില്ലേ. പിന്നെ അടുത്തത് 28 ആണുള്ളതില്ലേ, 4 കൂടി കൂട്ടണല്ലേ, 4 28 ആണ്. അപ്പോൾ 24 ആണുള്ളത്, അപ്പോൾ 26 ഇല്ല. അപ്പോൾ 26 എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണില്ലേ. 4 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ കഴിയില്ല. ബാലൻസ് എത്ര ഉണ്ട്, 4 കഴിഞ്ഞാൽ 5 6 ഇല്ലേ, 24 25 26 ഒരു 2 കൂടി ഉണ്ടല്ലേ. ആ 2 ആണ് നമ്മുടെ റിമൈൻഡർ ഇല്ലേ, നമ്മുടെ മിച്ചം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 30 അല്ലേ, ലാസ്റ്റ് 2 നമ്പർ മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഏത് നമ്പർ വലിയ സംഖ്യ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയും. ലാസ്റ്റുള്ള ഈ 30 എന്താണ് 4ൻ്റെ ഗുണന പട്ടികയിലുണ്ടോ, ഇല്ല അല്ലേ. 4 28 ഉണ്ട്, പിന്നെ 4 8 32 ആണുള്ളത്. അപ്പോൾ 28 ഉണ്ട്, ബാക്കി എത്ര ഉണ്ട് അല്ലേ, 2 കൂടി ഉണ്ട് അല്ലേ. ആ 2 ആണ് നമ്മുടെ റിമൈൻഡർ വരിക. അതെന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 4 അല്ലേ, നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണ്. ഇപ്പോൾ 30 നമ്മുടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ലല്ലോ. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 4, നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും. എത്രയാണ് അല്ലേ, എത്രയാണ് 4 7s are 28 ആണ്. 28 29 30 ഇല്ലേ, ഒരു 2 കൂടി ഉണ്ട് ബാലൻസിലെ. ആ 2 ആണ് നമ്മുടെ റിമൈൻഡർ. 5 അല്ലേ, ഈ നമ്പേഴ്സൊക്കെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, കഴിയില്ലെങ്കിൽ എന്താണ് ഒരു റിമൈൻഡർ, ഒരു ഛേദം ഉണ്ടായിരിക്കും, ഒരു മിച്ചം ഉണ്ടായിരിക്കും. അപ്പം 3624 5 കൊണ്ട് ഡിവിസിബിൾ ആണോ. അപ്പോൾ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഒന്നെങ്കിൽ 5 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും അല്ലേ. 5 0 ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ലാസ്റ്റ് നമ്പർ എന്ത് വരും അല്ലേ, 0 5 അല്ലേ. 1 5 2 5 10 15 20 25 അതിനൊക്കെ ഒന്നെങ്കിൽ ലാസ്റ്റ് നമ്പർ 0 ആയിരിക്കും അല്ലെങ്കിൽ 5 ആയിരിക്കും. 35 40 45 അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്പർ 5ഉം 0 വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 5 അല്ലേ, ഡിവിസിബിൾ ബൈ 5 അല്ലേ. ഈ 2 നമ്പറിലാണ് 0 വരുന്നത്. അപ്പോൾ ഡിവിസിബിൾ ബൈ 5 ഇത് രണ്ടും. അപ്പോൾ അതിന് 2ൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും, ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 5 ആയതുകൊണ്ട് തന്നെ ആണ് റിമൈൻഡർ ഉണ്ടാവില്ലേ, ഒരു മിച്ചം ഉണ്ടായിരിക്കും. മിച്ചം ഏതാണ്, ഈ ലാസ്റ്റത്തെ ഈ നമ്പർ ആയിരിക്കും അല്ലേ. ലാസ്റ്റ് നമ്പർ 4 ആണ് മിച്ചം അല്ലേ. 20 അല്ലേ ഉണ്ടാവുള്ളൂ. 20 എത്ര കൂടെ അധികം ഉണ്ട്, 4 കൂടി അധികം ഉണ്ട് ഇല്ലേ. 20 ആണ് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളത്. ഇവിടെ 24 ഉണ്ട്,
ആ 4 റിമൈൻഡർ. ഇവിടെ 5 ആയതുകൊണ്ട് തന്നെ റിമൈൻഡർ 0 അല്ലേ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 5/5 1 റിമൈൻഡർ 0 ആണ്. ഇനി 6 6നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. 6 ആണല്ലേ. 5 0 ആണെങ്കിലാണ് നമുക്ക് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുക. ഡിവിസിബിൾ ആണ്. ഇത് ഡിവിസിബിൾ അല്ല. അപ്പോൾ റിമൈൻഡർ എന്താ ഉണ്ടാവും? 20 25 അടുത്ത 25 ഒരു ഒന്നുകൂടി എക്സ്ട്രാ ഉണ്ട്. ആ 1 റിമൈൻഡർ അല്ലേ. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 20 25 അല്ലേ. 25 ഉണ്ട്. ഇവിടെ ഉള്ളതാണ്. ഇവിടെ 26 ആണ്. അപ്പോൾ 1 എക്സ്ട്രാ ഉള്ളത്. ആ ബാലൻസ് 1. ആ 1 നമ്മുടെ റിമൈൻഡർ. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ കൂടെ പറയണ്ടില്ലേ, ലാസ്റ്റ് നമ്പർ 5നേക്കാൾ ചെറുതാണെങ്കിൽ അല്ലേ എന്താണ് അത് എന്താണ് ആ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. 5നേക്കാൾ വലുതാണെങ്കിൽ എന്താണ് 6 - 5 5 ഈ ലാസ്റ്റ് നമ്പറിൽ നിന്ന് 5 മൈനസ് ചെയ്യുക. 6 - 5 1. അങ്ങനെയും ചെയ്യാം. 10 കൊണ്ട് 10 കൊണ്ട് ഡിവിസിബിൾ ആണോ ഈ നമ്പേഴ്സ്? ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം. ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണ് അല്ലേ. 100 കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ 0 അല്ലാത്തതിൻ്റെ റിമൈൻഡർ കാണാനല്ലേ. 10 കൊണ്ടാണോ നമ്മൾ ഡിവിസിബിൾ നോക്കുന്നത്? അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. 100 കൊണ്ടാണോ ഡിവിസിബിൾ ആണ് നോക്കുന്നത്? അതിൻ്റെ റിമൈൻഡർ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും. ഇവിടെ 10 ചോദിച്ചത്. അപ്പോൾ 10 ആണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? ലാസ്റ്റിലുള്ള ആ ഡിജിറ്റ് ആയിരിക്കും റിമൈൻഡർ. 10 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇവിടെ 0 ഉള്ളതുണ്ടല്ലേ. 0 ഉള്ള ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 10 ആണ്. 10 കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് 3624 അപ്പോൾ അതെന്താണ്? 0 അല്ല. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 10 ആകുമ്പോൾ തന്നെ അതിനൊരു റിമൈൻഡർ ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? ഈ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. 4 ആയിരിക്കും. ഇവിടെയുള്ള ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. അപ്പോൾ 5 ആയിരിക്കും റിമൈൻഡർ. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6 ആണ് റിമൈൻഡർ. 0 ആയതുകൊണ്ട് തന്നെ 0 ഡിവിസിബിൾ ബൈ 10 ആണ് അല്ലേ. 0 ഉള്ളത് മാത്രമാണ് ഡിവിസിബിൾ ബൈ 10. അപ്പോൾ ഡിവിസിബിൾ ബൈ 10 അതായത് റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 110 ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ സിമ്പിളായിട്ട് ടാബിലൈസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. ഇത് സിമ്പിളാണ് അല്ലേ. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെന്താണ് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ? ഈവൻ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആണ്, ഡിവിസിബിൾ ആണ് അല്ലേ. ഓഡ് നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ അല്ല അല്ലേ. 4 കൊണ്ടാണ് ലാസ്റ്റ് 2 നമ്പർ നമ്മൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടെങ്കിൽ ഡിവിസിബിൾ ആണ്. 5 കൊണ്ടാണെങ്കിൽ അതുപോലെ തന്നെ 5 0 അതായത് 5 0 അല്ലേ ലാസ്റ്റ് നമ്പർ വരിക മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5ൻ്റെ ഗുണന പട്ടിക അല്ലേ. അപ്പോൾ ആ ലാസ്റ്റ് നമ്പർ 5 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണ്. 10ൻ്റെതാണെങ്കിൽ ലാസ്റ്റ് 0 അല്ലേ. ലാസ്റ്റ് ഈ 0 10ൻ്റെ 0 അതായത് 0 ഉണ്ടോ? 0 ഉണ്ടെങ്കിൽ ലാസ്റ്റ് 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണ്. അല്ലാത്ത നമ്പേഴ്സിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ആ ലാസ്റ്റ് നമ്പർ എഴുതിയാൽ മതി. പേജ് നമ്പർ 110 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. In any 5 consecutive natural numbers, one of them will be divisible by 5. Explain why this is so. ഇപ്പോൾ in any 5 consecutive natural numbers 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് മീൻസ് അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതായത് അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ അല്ലേ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അല്ലേ അടുത്തടുത്തുള്ളത് അല്ലേ 40 41 42 43 അങ്ങനെ അടുത്തടുത്തുള്ളത് അതാണ് കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 5 നമ്മൾ അടുപ്പിച്ചുള്ളത് എടുത്താൽ വൺ ഓഫ് ദം വിൽ ബി ഡിവിസിബിൾ ബൈ 5. അതിൽ ഒന്ന് എന്തായിരിക്കും? 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകൾ എടുത്താൽ ഏതെടുത്താലും അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളില്ലേ നാച്ചുറൽ നമ്പേഴ്സ് അടുത്തടുത്തുള്ളത് ഏതെടുത്താലും ഒരെണ്ണം 5 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം അല്ലേ. ഒന്ന് എന്താണ്? ഡിവിസിബിൾ ആയിരിക്കും. ഒന്നിനെ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. മിച്ചമില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാം അല്ലേ. അത് തെളിയിക്കാനാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അടുത്തുള്ള എണ്ണൽ സംഖ്യകൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് 8 9 10 11 5 ആയില്ലേ. ഈ 5 എടുത്താൽ അതിലെന്താണ്? ഒന്ന് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഇതിൽ ഡിവിസിബിൾ ബൈ 5 ആയിട്ടുള്ള നമ്പർ ഉണ്ടോ? ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ കണ്ടീഷൻ എന്താ? ലാസ്റ്റത്തെ നമ്പർ 0 5 ആയിരിക്കണം അല്ലേ. അപ്പോൾ 0 5 ഉള്ളതാണ് 10 അല്ലേ. ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ. ഇനി 11 മുതൽ 11 12 13 14 15 5 നമ്പേഴ്സ് 5 കോൺസിക്യൂട്ടീവ് ആണ് അടുത്തടുത്തുള്ള 5 നമ്പേഴ്സ് എടുത്താൽ ഇതിൽ നോക്കൂ അല്ലേ 15 എന്താണ്? ഡിവിസിബിൾ ബൈ 5 ആണല്ലേ. ലാസ്റ്റ് നമ്പർ 5 അല്ലെങ്കിൽ 0 വരണം. അതാണ് ഡിവിസിബിൾ ബൈ 5 അല്ലേ. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ മിച്ചമില്ലാതെ റിമൈൻഡർ ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പോൾ 41 42 43 44 45 അല്ലേ അടുത്തടുത്തുള്ള 5 നമ്പേഴ്സ് ഞാൻ ഇതിലെന്താണ്? 45 ഡിവിസിബിൾ ബൈ 5 ആണല്ലേ. ഏത് നമ്പർ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ അടുപ്പിച്ചുള്ള 5 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ അതിലൊന്ന് എന്തായാലും ഡിവിസിബിൾ ബൈ 5 5 കൊണ്ട് പൂർണ്ണമായിട്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ തെളിയിച്ചില്ലേ. ഇൻ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 1 നമ്പർ ഈസ് ആൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 അല്ലേ. ഒരു നമ്പർ എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കും 5 നമ്പർ അടുപ്പിച്ചെടുക്കുമ്പോൾ. ദെർഫോർ ദാറ്റ് നമ്പർ ക്യാൻ ബി ഡിവിസിബിൾ ബൈ 5 അല്ലേ. അതുകൊണ്ട് തന്നെ അത് ആ നമ്പറിനെ നമുക്ക് എന്താണ് 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം അല്ലേ. ഇനി 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുകയാണെങ്കിലോ അങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറയുമെങ്കിൽ 4 നമ്പർ അടുത്തടുത്തുള്ള 4 നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ. ക്വസ്റ്റ്യനിലില്ല വേറൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് 5 6 അല്ലേ. അപ്പോൾ 4 നമ്പേഴ്സ് എടുക്കുക. ഈ 4 നമ്പേഴ്സിൽ ഒന്ന് എന്തായിരിക്കും? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ.
അല്ലേ 3 നമ്പേഴ്സ് ആണെങ്കിലോ അല്ലേ അതിൽ ഒന്ന് 3 ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ 3 നമ്പേഴ്സ് ആണെങ്കിൽ. അങ്ങനെ എല്ലാ നമ്പേഴ്സിനും ഉണ്ട്. ഇവിടെ 5 നമ്പേഴ്സിൻ്റെ ആണ് ചോദിച്ചത്. 10ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ എനി നമ്പർ വിത്ത് 3 or more digits, the remainder on division by 8 is the remainder on dividing the number by the last 3 digit of the number by 8. Explain why this is so. ഫോർ എനി നമ്പർ വിത്ത് 3 or more digits. അപ്പോൾ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ അല്ലെ 3 അതിലധികമോ 3, 4, 5 ഡിജിറ്റുള്ള ഏതെങ്കിലും ഒരു നമ്പർ അല്ലേ 2 അക്കോ 3 അക്കോ 4 അക്കോ ഏത് 2 കൂടുതൽ അക്കങ്ങളുള്ള അല്ലേ 3 or more അല്ലേ 3 അധികമോ ഡിജിറ്റ്സ് ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ. ഫോർ എനി നമ്പർ ദി റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 8. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ഈസ് ദി റിമൈൻഡർ. ആ റിമൈൻഡർ എന്താണ്? ഓൺ ഡിവൈഡ് ദി നമ്പർ ബൈ ദി ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് ദി നമ്പർ ബൈ 8. ആ നമ്പർ എന്താണ്? ഏതിനെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് ദി നമ്പർ. നമ്മൾ 4 അക്ക സംഖ്യയാണെങ്കിൽ അതിലുള്ള 3 അക്കല്ലേ ലാസ്റ്റത്തെ 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് 4 അക്കമുള്ള ഒരു സംഖ്യയുടെ റിമൈൻഡർ കിട്ടാൻ അതിലുള്ള ലാസ്റ്റത്തെ 3 ഡിജിറ്റിൻ്റെ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും ആ 4 അക്ക സംഖ്യയുടെയും റിമൈൻഡർ. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിമൈൻഡർ അത് തന്നെ ആയിരിക്കും എന്നുള്ളത്. നമ്മളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ, ഒരു 3 അക്ക സംഖ്യയും ഒരു 4 അക്ക സംഖ്യയും അല്ലേ വേറൊരു 4 അക്ക സംഖ്യ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മളെ ക്വസ്റ്റ്യനിലെ ഈ 3 അക്ക സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ മിച്ചം തന്നെയായിരിക്കും ഈ 4 അക്ക സംഖ്യയെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അല്ലെ 4 അധികമോ ഉള്ള അല്ലെ 5 അക്ക സംഖ്യ ആണെങ്കിലൊക്കെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 അക്ക സംഖ്യയുടെ റിമൈൻഡർ കണ്ടാൽ പോരെ, അതന്നെയായിരിക്കും ഈ 4 അക്ക സംഖ്യയുടെയും റിമൈൻഡർ. 169ൽ എത്ര 8 ഉണ്ട്? അതിൻ്റെ റിമൈൻഡർ കാണാൻ 169 ഹരിക്കണം 8 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ റിമൈൻഡർ കിട്ടും എത്രയാണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ 160 + 9 എന്ന് എഴുതാം അല്ലേ. 169നെയാണ് നമ്മൾ 160 + 9 ഹരിക്കണം 8 അല്ലേ ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 169നെ 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 169നെയാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 നമ്പറിനെ 8 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ 160 ഹരിക്കണം 8, നടുവിലുള്ള സൈൻ ഏതാണ് പ്ലസ് അല്ലേ 9നെയും 8 കൊണ്ട് ഹരിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ നമ്പറിനെ 8 കൊണ്ട് ഹരിക്കുക, ഈ നമ്പറിനെ 8 കൊണ്ട് ഹരിക്കുക, നടുവിലുള്ള സൈൻ പ്ലസ്. അപ്പോൾ 160 ഹരിക്കണം 8 എത്രയാണ്? 16ൽ എത്ര 8 ഉണ്ട്? 2 8 16 ഒരു 0 ആണുള്ളത് അല്ലേ. അപ്പോൾ 160ൽ എത്ര 8 ഉണ്ട്? 160ൽ 20 8 ഡിവിസിബിൾ ആണ്. അപ്പോൾ 160 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. പ്ലസ് 9ലെ 9ൽ എത്ര 8 ഉണ്ട്? 9ൽ എത്ര 8 ഉള്ളത്? 9ൽ 1 8 8 ബാലൻസ് റിമൈൻഡർ 1 വരും. 9 ഹരിക്കണം 8 1 8 8 9 8 പോയാൽ 1. അപ്പോൾ ഈ റിമൈൻഡർ ഇവിടെ താഴെ വരുന്ന ഇതാണ് റിമൈൻഡർ. ഓക്കെ. അപ്പോൾ 9ൽ 8 പോകില്ല അല്ലേ, 1 ബാലൻസ് വരും, റിമൈൻഡർ വരും, മിച്ചം വരും. അപ്പോൾ ഈ മിച്ചം ഈ റിമൈൻഡർ ഈ 1 ഇല്ലേ ഈ റിമൈൻഡർ തന്നെയായിരിക്കും ഈ 3 ഡിജിറ്റിൻ്റെ ഈ റിമൈൻഡർ തന്നെയായിരിക്കും ഈ 4 ഡിജിറ്റിൻ്റെയും 5 ഡിജിറ്റിൻ്റെയും ഒക്കെ അല്ലേ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ റിമൈൻഡർ ഇത് തന്നെയായിരിക്കും. 129ൽ എത്ര 8 ഉണ്ട് അല്ലേ, എങ്ങനെ ഹരിച്ച് നോക്കിയാലും മതി. പക്ഷെ നമ്മൾ പഠിച്ച മെത്തേഡിൽ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 16ൽ എത്ര 8 ഉണ്ട്? 1 8 2 8 16 അല്ലേ. 16ന്ന് 16 പോയാൽ 0 ബാലൻസ് 9 ഇങ്ങോട്ട് എടുത്തേക്കുക. 9ൽ എത്ര 8 ഉണ്ട്? 1 8 8 9 8 പോയാൽ 1 അല്ലേ റിമൈൻഡർ 1 വരും, ബാലൻസ് 1 വരും. റിമൈൻഡർ 1 കിട്ടി. ഈ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തത്. എന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തല്ലേ 160 + 9. 160നെ 8 കൊണ്ട് ഹരിക്കാം, പിന്നെ 9നെ മാത്രം 8 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി അല്ലേ. ഇത് ഡിവിസിബിൾ ആണ്. 9 ഹരിക്കണം 8 ഡിവിസിബിൾ അല്ല, 1 റിമൈൻഡർ വരും അല്ലേ. 9ൽ എത്ര 8 ഉണ്ട്? 1 8 ഉള്ളൂ, 1 ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 1 കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണിത്. നമ്മളിങ്ങനെ ഹരിച്ച് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഇവിടെ വരുന്നതാണ് റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അല്ലേ ഇത് 1169 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ 1000 + 169 സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 1000 എന്താണ് 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ 160 8 കൊണ്ട് ഡിവിസിബിൾ അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ സൈഡിലുള്ള 1000 ഡിവിസിബിൾ ആയിരിക്കും. പിന്നെ 169/8 എന്താണ് നമ്മളിവിടെ ചെയ്തത് തന്നെയാണ്, റിമൈൻഡർ 1 വരും. ഇവിടെ അതേപോലെ തന്നെ 1000 ആയാലും 2000 ആയാലും ഒക്കെ ഡിവിസിബിൾ ബൈ 8 ആണ് അല്ലേ. 169നെ ചെയ്യുമ്പോൾ 1 വരും അല്ലേ. അപ്പോൾ റിമൈൻഡർ എല്ലാത്തിൻ്റെ 1 ആയിരിക്കും. 1169നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1000 + 169 ഹരിക്കണം 8 ഡിവൈഡഡ് ബൈ 8 അല്ലേ. 1169 1000 169 ഇതല്ലേ 1169 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും അല്ലേ? 1000നെ 8 കൊണ്ട് ഹരിക്കണം പ്ലസ് 169 ഹരിക്കണം 8 അല്ലേ. ഈ നമ്പർ 2 നമ്പറിനെ 8 കൊണ്ട് ഹരിച്ചിട്ട് നടുവിൽ പ്ലസ് സൈൻ ഇടുക. അപ്പോൾ 1000നെ 8 കൊണ്ട് ഹരിച്ചാൽ എന്താണ്? നമ്മൾ ഡിവിസിബിൾ ആണ് അല്ലേ. 1000ൽ 8 ഡിവിസിബിൾ ആണ്.
പിന്നെ 169 8 എത്രയാണ് നമ്മളിവിടെ ചെയ്തില്ലേ, 169 ഹരിക്കണം 8 അല്ലേ, റിമൈൻഡർ 1 വരും. അപ്പോൾ റിമൈൻഡർ ഇതിലെന്താണ് റിമൈൻഡർ വരില്ല, റിമൈൻഡർ 0 ആയിരിക്കും. പിന്നെ റിമൈൻഡർ 1 ഇതിൻ്റെ 1 ആയിരിക്കും. ഇനിയിപ്പോൾ 1000 അതേപോലെ തന്നെ 2000 ആയാലും 3000 ആയാലും ഒക്കെ എന്താണ് ആയിരങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഡിവിസിബിൾ ബൈ 8 ആണ്. നമ്മുടെ ഈ 169 ലാസ്റ്റുള്ള ഈ 3 അക്ക സംഖ്യയുടെ മാത്രം റിമൈൻഡർ നോക്കിയാൽ മതി. നമ്മൾ എത്ര അക്ക ഡിജിറ്റ് ആയാലും ലാസ്റ്റത്തെ ഈ 3 അക്ക സംഖ്യ ഡിവിസിബിൾ ബൈ 8 ആണോ അല്ലേ, ആ ഡിവിസിബിൾ ബൈ 8ൻ്റെ റിമൈൻഡർ 1 ആയിരിക്കും. 3 നമ്പേഴ്സിൻ്റെ ഇല്ലേ, ഏതൊക്കെ ഡിജിറ്റ് എടുത്താലും ഏതക്കങ്ങൾ എടുത്താലും നമുക്ക് റിമൈൻഡർ 1 കിട്ടിയില്ല. ഈ 3 അക്ക സംഖ്യയുടെ തന്നെ റിമൈൻഡർ കിട്ടി. 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10ൽ എത്ര 8 ഉണ്ട്, 1 8 8 ബാലൻസ് 2 10 8 ബൈ 2 അപ്പോൾ 20. 20ൽ എത്ര 8 ഉണ്ട്, 2 8 16 17 18 19 20 ബാലൻസ് 4 0 എഴുതുക. 40ൽ എത്ര 8 ഉണ്ട്, 5 8 40 അല്ലേ, 5 8 40 റിമൈൻഡർ 0 കിട്ടിയില്ലേ. അപ്പോൾ 40 പോയാൽ 0 അല്ലേ, 0 റിമൈൻഡർ 0 കിട്ടി. അതായത് 1000ൽ 8 ഡിവിസിബിൾ ആണ്. അത് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ 1000 ആയാലും 2000 ആയാലും ഇവിടെ 2 വരുന്നുള്ളൂ. 2000 3000 ഏതായാലും ഡിവിസിബിൾ ബൈ 8 ആണ്, റിമൈൻഡർ 0 ആണ്. പിന്നെ ബാക്കിയുള്ള 3 ഡിജിറ്റിലെ 3 ഡിജിറ്റിൻ്റെത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ. 1000ൻ്റെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി 169 ബൈ 8 അതായത് ലാസ്റ്റിലുള്ള 3 ഡിജിറ്റ്സിൻ്റെ റിമൈൻഡർ മാത്രം നോക്കിയാൽ മതി. അതെന്താണ് 1 ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഞാൻ ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാത്സിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.